ഇപ്പോൾ ഉടനെ കാണണം നമ്മുടെ ഈ പ്രൊമോഷൻസ് ഒക്കെ. അഞ്ചാറ് മിനിറ്റേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടോ? ഉച്ചയോട്ട് ഭയങ്കര റിവ്യൂസാണ് വരുന്നത്. ഭയങ്കര റിവ്യൂസ് എന്ന് വെച്ചാൽ ഭയങ്കര റിവ്യൂസ്. യങ്സ്റ്റേഴ്സൊക്കെ അങ്ങ് ഏറ്റെടുത്തു. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ബുക്കിങ്സ് ഉണ്ടല്ലേ ബുക്ക് മൈ ഷോയിൽ, അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അടിപൊളി. എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി. കൂടെ ഉണ്ടാകണം. എൻ്റെ അടുത്തൊരു പടം വരുന്നുണ്ട് April 10 മോഹിനിയാട്ടം, ഭരതനാട്യം 2. അപ്പോൾ അത് ഇതേപോലത്തെ സപ്പോർട്ട് അതിനും തരണം നിങ്ങളെല്ലാവരും. ആട് 1 തിയേറ്ററിൽ കണ്ടു എല്ലാവരും ചിരിച്ചു, പക്ഷെ ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും തിയേറ്ററുകളുടെ എണ്ണം കുറഞ്ഞ് വിഷമനൊക്കെ. ആ ഒരു വിഷമം ഈ ഒരു ഇതിൽ വന്നപ്പോൾ മാറിയോ? ഉറപ്പായിട്ടും ആ ഒരു വിഷമം സെക്കൻഡിലും ഇല്ലായിരുന്നു, ഇപ്പോൾ തേർഡിലും ഇല്ല. അതുപോലെ പിന്നെ ഡെഫിനറ്റ്ലി ഭയങ്കര അല്ലേ. എന്തായാലും കൊഞ്ഞനെ കൊത്താൻ ആർക്കും അറിയാം. ചേട്ടാ ഈ ദുരന്തറിന്റെ കൂടെയാണ് റിലീസ് വന്നത്. അതെ. അപ്പൊ അതിന്റെ ആ സമയത്തും ഭയങ്കരമായിട്ട് ബുക്കിംഗ് ഇതിന് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു സന്തോഷം സത്യമാണ്. ദുരന്തർ അത്യാവശ്യം നല്ല അഡ്വാൻസ് ബുക്കിംഗ് ആയിരുന്നല്ലോ. നമ്മളെപ്പോലെ തന്നെ നമ്മളെക്കാളും എത്ര മേളിലാണത്. അത് വെച്ചാൽ അതൊരു പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ. നമ്മുടെ പിന്നെ കേരളത്തിലും മിഡിൽ ഈസ്റ്റും മലയാളികൾ ഉള്ളിടത്ത് മാത്രമല്ലേ ഇതുള്ളൂ. ചിലപ്പം തേർഡ് ഇനിയിപ്പം നമ്മുടെ നോർത്ത് ഇന്ത്യൻസും അല്ലെങ്കിൽ നോൺ മലയാളീസൊക്കെ കണ്ടിട്ട് ചിലപ്പം ആ ഒരു ലെവലിലേക്ക് അല്ലെങ്കിൽ പോലും ഇപ്പോൾ ദുരന്തറിൻ്റെ ലെവൽ നമ്മൾ ഒരിക്കലും പിടിക്കാൻ പറ്റില്ല. പക്ഷേ കുറച്ചെങ്കിലും ബുക്കിങ്ങിൽ അത്യാവശ്യം നല്ല. ഇപ്പം 14,000 ബുക്കിങ്സാണ് ഒരു മണിക്കൂറിൽ നടന്നിരിക്കുന്നത് ബുക്ക് മൈ ഷോ നോക്കിയപ്പോൾ. ഇത് ഒരുപാട് സന്തോഷം. എന്തായാലും ദുരന്തർ ഇനിയിപ്പോൾ ഉടനെ കാണണം. നമ്മുടെ ഈ പ്രൊമോഷൻസ് ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഉടനെ കാണണം. കണ്ടിട്ടില്ല? ഇല്ല ഇതുവരെ കണ്ടില്ല. ദുരന്തർ 1 കണ്ടിട്ടുണ്ട്. ദുരന്തർ 1 ഉഗ്രം പടമല്ലേ. ഓക്കെ.